ഇന്ന് ലഞ്ചിന് കൊടംപുളി ഇട്ട് വെച്ച അയിലക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, 3 കൊടംപുളി, പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇനി പച്ചമുളകും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് നമുക്ക് ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കൊറിയാണ്ടർ പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ടേബിൾ സ്പൂണാണ്. പിന്നെ അത് ഞാനിത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ചില സമയങ്ങളിൽ ഞാൻ ഡയറക്റ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നോക്കിക്കൊള്ളു, എണ്ണ സൈഡിൽ കൂടിയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയും ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അയിലയിൽ നിന്ന് ഞാൻ 4 പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് അയില ചേർത്ത് കൊടുക്കാം. അയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി തവി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ചുറ്റിച്ചെടുക്കുവാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 20 മിനിറ്റ്സാണിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി 20 മിനിറ്റ്സിന് ശേഷം ഓപ്പൺ ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ 4 പീസ് ഫിഷ് മാറ്റി വെച്ചിരുന്നല്ലോ, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഒരു ലെമൺ ജ്യൂസ്, ഹാഫ് ലൈമാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലാണ് മിക്സ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. അത് മിക്സ് ചെയ്ത് ഞാൻ അപ്പം തന്നെ വറുത്തെടുക്കുവാണ്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും എൻ്റെ അലാം അവിടെ അടിച്ചു ഓവൻ്റെ. അപ്പോൾ അത് ഓഫ് ചെയ്യാനായിട്ട് ഞാൻ പോയതാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫിഷൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് കറിയുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഷ് കറിയുടെ ഫൈനൽ ലുക്ക്. ഇന്ന് പിന്നെ ഞാൻ വെജിറ്റബിളായിട്ട് ഞാൻ വെക്കുന്നത് അവിയലാണ്. അവിയലിൻ്റെ ലാസ്റ്റ് തേങ്ങ മിക്സ് ചെയ്യുന്ന പോർഷൻ ആയപ്പോഴത്തേനും മോൻ സ്കൂളിൽ നിന്ന് എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മോനെ കൊണ്ടാണ് എടുപ്പിച്ചത്. മോൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും കാണാനില്ല. ലാസ്റ്റ് എനിക്ക് ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ തുടങ്ങിയ കണ്ടാണ് ആശാൻ ക്യാമറ ഓൺ ചെയ്തത്. ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. എനിവേ, അപ്പോൾ എല്ലാവരും ഫിഷ് കറി, കുടംപുളി ഇട്ട് വെച്ച ഫിഷ് കറി ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.